ആണവായുധ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാനുള്ള മൊറട്ടോറിയം അവസാനിപ്പിക്കാൻ US. റഷ്യ പുതിയ ആണവായുധങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ആണവായുധ പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതോടെ 33 വർഷത്തിനു ശേഷം US ആദ്യമായി ഒരു ആണവായുധ പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ്. മറ്റു രാജ്യങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾക്ക് തുല്യമായ രീതിയിൽ പരീക്ഷണം നടത്താനാണ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ആണവായുധ പരീക്ഷണങ്ങൾക്കുള്ള മറുപടിയാണ് തീരുമാനമെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. പ്രധാനമായും റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളെ ഉദ്ദേശിച്ചാണ് ട്രംപിന്റെ തീരുമാനം. 1992 ശേഷം US ഇതുവരെ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. ഈ നീണ്ടകാലത്തെ മൊറട്ടോറിയമാണ് ട്രംപ് അവസാനിപ്പിച്ചത്. റഷ്യ തങ്ങളുടെ ബുറവെഷ്നിക് എന്ന ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്രൂസ് മിസൈലിന്റെയും പൊസൈഡോൺ എന്ന ആണവ ടോർപിഡോ ഡ്രോണിന്റെയും പരീക്ഷണം നടത്തിയതിന് പിന്നാലെയാണ് ആണവായുധ പരീക്ഷണത്തിന് US തയ്യാറെടുക്കുന്നത്. എന്നാൽ ഏതെങ്കിലും പുതിയ തരത്തിലുള്ള ആയുധ പരീക്ഷണം US നടത്തുമോ എന്ന് വ്യക്തമല്ല. നിലവിൽ ലോകത്തുള്ള ആണവായുധ സങ്കല്പങ്ങളെ മാറ്റിയ ആയുധങ്ങളുടെ പരീക്ഷണമാണ് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ആണവായുധങ്ങളുടെ മത്സര പരീക്ഷണം വീണ്ടും ഒരു ശീതയുദ്ധ സൂചനകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് പിന്നാലെ USഉം സോവിയറ്റ് യൂണിയനും തമ്മിൽ നിലനിന്നിരുന്ന യുദ്ധസമാനമായ സാഹചര്യമാണ് ശീതയുദ്ധമെന്ന് അറിയപ്പെടുന്നത്. നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും ആയുധ കിടമത്സരവും ആണവ പരീക്ഷണങ്ങളും ചാരപ്രവർത്തനങ്ങളും കൊണ്ട് സംഘർഷഭരിതമായിരുന്ന ശീതയുദ്ധകാലം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെയാണ് അവസാനിച്ചത്. അമേരിക്ക നടത്തുന്ന ആണവായുധ പരീക്ഷണത്തിലൂടെ സ്വർണ്ണ വിപണിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളുടെ ഒരു വിശകലനമാണ് ഗോൾഡ്മാൻസ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പുതിയൊരു ശീതയുദ്ധത്തിന് വഴിയൊരുക്കുന്ന തരത്തിൽ അമേരിക്ക നടത്തുന്ന ഒരു ആണവായുധ പരീക്ഷണം സ്വർണ്ണ വിപണിയിൽ നാടകീയവും സുസ്ഥിരവുമായ കുതിച്ചുചാട്ടത്തിന് കാരണമാകും. സുരക്ഷിതമായ ഒരു ആസ്തിയായി കണക്കാക്കപ്പെടുന്നതിനാൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെയും കാലഘട്ടങ്ങളിൽ സ്വർണം ചരിത്രപരമായ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ആണവ പരീക്ഷണ പ്രഖ്യാപനവും തുടർന്നുള്ള സംഘർഷങ്ങളും സ്വർണ്ണവിലയിൽ കുത്തനെ വർധനവിന് കാരണമാകും. സാമ്പത്തിക വിപണികളിൽ ഉയർന്ന അസ്ഥിരത അനുഭവപ്പെടും. ഓഹരികൾ കുറയാനും നിക്ഷേപകർ സുരക്ഷിതമായ മൂല്യമുള്ളിടത്തേക്ക് ഒഴുകിയെത്താനും സാധ്യതയുണ്ട്. നിക്ഷേപകരുടെ ഭയവും പരമ്പരാഗത ആസ്തികളായ ഇക്വിറ്റികൾ, ചില കറൻസികൾ എന്നിവയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതും സ്വർണത്തിനുള്ള ശക്തമായ ഡിമാൻഡിന് കാരണമാകും. പുതിയ ശീതയുദ്ധത്തിന്റെ വ്യവസ്ഥാപിതവും ദീർഘകാലവുമായ അനിശ്ചിതത്വം സ്വർണ്ണവിലകൾ ദീർഘകാലത്തേക്ക് ഉയർത്തി നിർത്താൻ സാധ്യതയുണ്ട്. മുൻകാല പ്രതിസന്ധികളിലെ സ്വർണത്തിന്റെ ശക്തമായ പ്രകടനം, 2022 റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയവ ചരിത്രപരമായ ഉദാഹരണങ്ങളാണ്. ലോകം പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ സ്വർണത്തിന്റെ പ്രതിരോധശേഷി പ്രകടമാക്കുന്നു. ശീതയുദ്ധകാലത്ത് വർദ്ധിച്ച സൈനിക ചെലവ്, ആഗോള വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങൾ, വ്യാപാര യുദ്ധങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ കാരണം ഒരു പുതിയ ശീതയുദ്ധം പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടും. പണപ്പെരുപ്പത്തിനെതിരായ ഒരു പരമ്പരാഗത സംരക്ഷണ വേലിയാണ് സ്വർണം. ഫിയറ്റ് കറൻസികളുടെ വാങ്ങൽ ശേഷി കുറയുന്നതിനനുസരിച്ച് സ്വർണത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ശീതയുദ്ധകാലത്ത് കറൻസി മൂല്യത്തകർച്ചയും വൈവിധ്യവൽക്കരണവും കാരണം അന്താരാഷ്ട്ര കരുതൽ ശേഖരത്തിനായി രാജ്യങ്ങൾ US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാൽ ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾ ഡീഡോളറൈസേഷൻ പ്രവണതയെ ത്വരിതപ്പെടുത്തിയേക്കാം. ഇതും സ്വർണത്തിന് കുതിപ്പേകും. കൂടാതെ കറൻസി മൂല്യത്തകർച്ചയിൽ നിന്നും സാമ്പത്തിക അസ്ഥിരതയിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനായി സെൻട്രൽ ബാങ്കുകൾ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്വർണത്തിന്റെ ആവശ്യകത കൂടുതൽ വർദ്ധിപ്പിക്കുകയും വില കൂടാനും ഇടയാക്കും. ഉയർന്ന ഭൂരാഷ്ട്രീയ മത്സരം നിലനിൽക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്റെയും നയവുമായി ബന്ധമില്ലാത്ത ഒരു നിഷ്പക്ഷ ആസ്തി എന്ന നിലയിൽ സ്വർണത്തിന് തന്ത്രപരമായ പ്രാധാന്യം ലഭിക്കും. ഇത് ബദൽ കറൻസിയായി സ്വർണം മാറാൻ ഇടയാക്കും. എന്നാൽ ശീതയുദ്ധകാലത്ത് സ്വർണ്ണവിലയുടെ മൊത്തത്തിലുള്ള പ്രവണത മുകളിലേക്കുള്ളതായിരിക്കുമെങ്കിലും സ്വർണ്ണ വിപണിയിൽ ഉയർന്ന അസ്ഥിരത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ കാറ്റുകൾ മാറുന്നത്, നയതന്ത്രപരമായ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ എന്നിവ താൽക്കാലിക വില വ്യതിയാനങ്ങൾക്ക് കാരണമായേക്കാം. എന്നിരുന്നാലും ഒരു പൂർണ്ണമായ ശീതയുദ്ധം ഡോളർ ഉൾപ്പെടെ മിക്ക കറൻസികളിലും ആത്മവിശ്വാസം ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് സ്വർണത്തിന് കരുത്താകും. ശീതയുദ്ധകാലത്ത് US കേന്ദ്ര ബാങ്ക് പലിശ നിരക്കുകൾ അമിതമായി ഉയർത്തുകയാണെങ്കിൽ അത് ലാഭകരമല്ലാത്ത സ്വർണം കൈവശം വയ്ക്കുന്നതിന്റെ ചെലവ് വർദ്ധിപ്പിക്കും. ഇത് സ്വർണ്ണവിലകളിൽ താഴേക്കുള്ള സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അപകട സാധ്യതകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അങ്ങേയറ്റത്തെ അനിശ്ചിതത്വത്തിന്റെ സമയങ്ങളിൽ സ്വർണത്തെ സവിശേഷമായി ആകർഷകമായ ഒരു സംരക്ഷണമാക്കി മാറ്റുന്നു. ഇതുതന്നെയാണ് എക്കാലത്തും സ്വർണത്തിന്റെ പ്രത്യേകതയും. ബിസിനസ് ഡെസ്ക്, ഗോൾഡ്മാൻസ്.